ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജുമേറ ബീച്ചിലേക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസിനും മേലെയാണ്. ഈ ചൂടിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷനും കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ബീച്ചിലൊക്കെ ഒന്ന് പോകുന്നത്. ഈ ഒരു ബീച്ചിനടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഓൺ പാസീവ് അല്ലെങ്കിൽ ഇക്വിറ്റിയാണ്. അങ്ങനെ നേരെ മെട്രോയിൽ കയറി അവിടുന്ന് ഓൺ പാസീവ് മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഒരു ടാക്സി പിടിച്ച് പോവുകയാണ് ചെയ്തത്. ടാക്സി ഒരുപാട് പോകേണ്ട ദൂരമില്ല, ഒരു 10-15 മിനിറ്റിൻ്റെ ട്രാവലേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ ചൂട് നല്ലോണം കൂടി വരുന്നതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിലെ ഔട്ടിങ്ങൊന്നും നടക്കില്ല. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പുറത്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ദുബായിലൊരു മെയിൻ പബ്ലിക് ബീച്ചായ ജുമേറ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ എത്തിയ സമയം ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയോട് അടുത്തായിരുന്നു. ഈ പുറകിൽ കാണുന്ന 2 ബിൽഡിങ്ങുകളും ഇവിടുത്തെ ലക്ഷറി ഹോട്ടൽസാണ്. ഫ്രണ്ടിലായിട്ട് കാണുന്ന ബിൽഡിംഗ് മാസ അൽ അറബ് എന്ന ലക്ഷറി ഹോട്ടലും പുറകിലെ ഒരു കൂടി ബിൽഡിങ്ങും ബുർജ് അൽ അറബുമാണ്. ഈ ഒരു ബുർജ് അൽ അറബ് ലോകത്തിലെ ഒരു 7 സ്റ്റാർ ഹോട്ടലായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആഡംബരത്തിൻ്റെ അവസാനമൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹോട്ടലുകളിലൊന്നായ ബുർജ് അൽ അറബ് സ്ഥിതി ചെയ്യുന്നത് ഒരു മാൻമെയ്ഡ് ഐലൻഡിലാണ്. അപ്പോൾ പറയാൻ നിന്നാൽ ഇനിയും തീരില്ല ഇതിൻ്റെ പ്രത്യേകതകൾ. ഞങ്ങളിവിടേക്ക് വന്നത് ഈദ് ഹോളിഡേയ്സിനാണ്. അപ്പോൾ ഈദ് പ്രമാണിച്ച് ഇവിടെ 4 ദിവസം അടുപ്പിച്ച് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ ചേഞ്ചിങ് റൂമുണ്ട്, അതുപോലെ ഷവറും ആ സൈഡായിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളി സൺസെറ്റ് കണ്ട് വെള്ളത്തിലൊക്കെ കുറേ നീന്തി കുളിച്ചു. പിന്നെ വീട്ടിലെ ഫിഷ് ടാങ്കിൽ ഇടാൻ വേണ്ടി കുറേ മണലും കുറേ ഷെല്ലുകളൊക്കെ പെറുക്കി.
അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഗാർഡ്സൊക്കെ വന്ന് എല്ലാവരെയും വെള്ളത്തിൽ നിന്ന് കയറ്റി. ഇവിടെയൊക്കെ മിക്ക ബീച്ചിലും ഗാർഡ്സൊക്കെ ഉണ്ടാവും. പക്ഷേ ഗാർഡ്സൊക്കെ പോയതിന് ശേഷവും ധാരാളം പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടും കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. നല്ല രസമല്ലേ അങ്ങനെ ചുമ്മാ ബീച്ചിൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ. ഇവിടെ ബീച്ചിനോട് ചേർന്ന് തന്നെ വളരെ നീളത്തിലുള്ള സിന്തറ്റിക് റണ്ണിങ് ട്രാക്കും സൈക്കിൾ ട്രാക്കൊക്കെ ഉണ്ട്. ബീച്ചിൽ നിന്ന് കയറിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം സൈക്കിളൊക്കെ റെൻറ്റിനെടുത്ത് ഓടിച്ചിരുന്നു. ദുബായിലിപ്പോൾ പല സ്ഥലങ്ങളിലും കാറൊക്കെ റെൻറ്റിനെടുക്കുന്ന പോലെ തന്നെ സൈക്കിളുകളും റെൻറ്റെടുത്ത് ഓടിക്കാൻ പറ്റും. അതിന് പല ആപ്ലിക്കേഷനുകളും ഉണ്ട്. അതിന് ചില ആപ്പുകളുടെ സൈക്കിളുകൾ ജുമേറ ബീച്ചിൻ്റെ സൈഡിലും അവൈലബിൾ ആണ്. പിന്നെ പല ആപ്പുകളിലും പല റേറ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ പല ഡിസൈനിലും പല മോഡലിലും ഉള്ള സൈക്കിളുകളും ഉണ്ടാവും. ഞങ്ങൾ കരീം ആപ്പ് യൂസ് ചെയ്തിട്ടാണ് സൈക്കിൾ എടുത്തത്. ഇതിൽ വണ്ടി അൺലോക്ക് ചെയ്യാൻ 19 ദിർഹംസും പിന്നെ ഫസ്റ്റ് 45 മിനിറ്റ്സ് ഫ്രീ ആണ്. അത് കഴിഞ്ഞ് ഓരോ ഹാഫ് ആൻ അവറിനും 10 ദിർഹംസാണ് ചാർജ് വരുന്നത്. ഇതുപോലെ വേറെ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഞാനും അങ്ങോട്ട് ഓടിച്ചു. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു സൈക്കിൾ ഓടിക്കുക എന്നുള്ളത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10-17 വർഷത്തോളമായി. പിന്നെ പലയിടങ്ങളിലും ഇങ്ങനെ സൈക്കിൾ കാണുമ്പോഴും ഓടിക്കണമെന്ന് തോന്നും. ഇപ്പോഴാണ് കറക്റ്റ് ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ ആദ്യം ഓടിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഒരു മണിക്കൂറോളൊക്കെ ഓടിച്ചു. നല്ല രസമുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ കുറേ വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അങ്ങനെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബീച്ചിനടുത്തുള്ള സക്കീം പാർക്കിലേക്കാണ്. ഇത് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു വലിയ പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വലിയ പ്ലേ ഏരിയയും റെസ്റ്റോറൻറ്റൊക്കെയുള്ള അത്യാവശ്യം നല്ല വലിയ പാർക്ക് തന്നെയാണത്. ഇവിടെ വന്നപ്പോഴാണ് കള്ളിമുൾ ചെടികൾ കണ്ടത്. പഠിക്കുന്ന സമയത്ത് ബുക്കുകളിലേക്ക് കണ്ടിട്ടുള്ളത് മരുഭൂമിയിൽ വളരുന്ന ചെടിയാണ് കള്ളിമുൾ ചെടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്ര കാലമായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് കണ്ടു കിട്ടിയത്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ചെടികളും മരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത്രയും വലിയ ഒരു സിറ്റിയുടെ നടുക്ക് ധാരാളം പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരു പാർക്ക് മനോഹര കാഴ്ച തന്നെയാണ്. കുറച്ചു നേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമ്മൾ അങ്ങനെ തിരിച്ചു നടന്നു. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.